പുതിയൊരു വീഡിയോ എല്ലാവർക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പള്ളിയുടെ പുറത്ത് നട്ട തുടങ്ങാൻ പോണേ. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഇപ്പോൾ പത്തനംതിട്ട കോഴഞ്ചേരിയിൽ. അപ്പോൾ നമ്മുടെ അനിയത്തി ഇവിടെ ഇട്ടോ പഠിക്കുന്നത്. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നേഴ്സിങ്ങിന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ രാവിലെ തന്നെ പോയി കണ്ട് ഇനിയിപ്പോൾ അത് പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടുണ്ടോ പത്തനംതിട്ടയിൽ ഊബർ ഓണാക്കിയിട്ടില്ല. ഇവിടെ നിന്ന് വരാണെങ്കിലും കാലിയടിച്ച് തിരിച്ചു പോലെയാണ് പരിപാടി. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് എന്നുള്ളത് ബാക്കി വഴിയെ കാണാം കേട്ടോ. പ്രാവശ്യം വരെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കാറിലെത്തിയിട്ടുണ്ട്. ഊബർ ഓൺലൈനിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ യാത്രയും കൂടി ഓൺലൈനിലാക്കിയിട്ടുണ്ട്. യാത്ര ഇവിടെ ഓണാക്കിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. എന്നാലും നമ്മൾ ഓണാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഏതിലടിക്കണേന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഡെസ്റ്റിനേഷൻ ഇടാൻ നോക്കിയ സമയത്ത് എയർപോർട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയായിരുന്നു. അതേപോലെ തന്നെ അങ്കമാലി എറണാകുളമൊക്കെ ഇടാൻ നോക്കിയിരുന്നു. പക്ഷേങ്കിൽ ഇതൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചാലക്കുടിയിലേക്ക് കണ്ടിട്ടേക്കണേ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും വഴിയെ കാണാം. ഇവിടുന്ന് ട്രിപ്പ് അടിക്കോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ കാലടിച്ച് പോകേണ്ടി വരുമോന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ അടിക്കുകയാണെങ്കിൽ വല്ല തിരുവനന്തപുരം ഭാഗത്തേക്കൊന്നും അടിക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചാലക്കുടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ കിട്ടുമെന്ന് അറിയില്ല, നോക്കി നോക്കാം. അതേപോലെ തന്നെ നമ്മൾ മീറ്ററിൽ CNG ആക്കിയിട്ട് ട്രിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. CNG ഇന്നലെ ഒക്കെ അടിച്ചിട്ടേക്കണ കാരണം മാന്തുക എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് ഇന്നലെ പോരുന്ന വഴിയിൽ നമ്മൾ CNG അടിച്ചിട്ടുണ്ടായിരുന്നേ. മാന്തുക ഞാൻ ആദ്യമായിട്ടിട്ട് അങ്ങനത്തെ ഒരു പേര് കേൾക്കണേ. പക്ഷേങ്കിൽ ഞാൻ അവിടെ നിന്ന് മുന്നേ തിരുവനന്തപുരം പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ അവിടെ നിന്ന് CNG നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രഷർ തീരെ കുറവായിരുന്നു. ഇപ്പോൾ വന്നിട്ട് 7 കട്ടയുണ്ട്. 600 സംതിങ്ങിനാണ്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് തൽക്കാലത്തേക്ക് അടിക്കേണ്ടി വരില്ല. പെട്രോളും കുറവാണ്, അടിക്കുന്നില്ല. പോകുന്ന വഴിയിൽ തീരെ വെറ്റാണെങ്കിൽ നമുക്ക് അടിക്കുന്നത്. അപ്പോൾ എന്തായാലും സമയം ഇപ്പോൾ 8:53 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് തെറിക്കണോ വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും മച്ചാമാരെ വിളിച്ച് നോക്കട്ടെ. ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കുമോ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ മച്ചാമാരൊക്കെ വിളിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് തെറിക്കുക. ട്രിപ്പ് കിട്ടോ ഇല്ല എന്നായിരുന്നു. എന്തായാലും ഒരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണേ. ഇപ്പോൾ സമയം 8:53 അതിൻ്റെ ഒരു 9:30 വരെയോളം മാക്സിമം ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം, ട്രിപ്പ് അടിക്കുമെന്ന് നോക്കാം. എന്നിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തെറിച്ച് പതുക്കെ അങ്ങോട്ട് പോവാം. പോരുന്ന വഴിയിൽ നമുക്ക് ട്രിപ്പ് അടിക്കാം. എന്തായാലും എറണാകുളം ഭാഗത്തേക്ക് അടിക്കട്ടെ. ചെറിയ ചെറിയ ട്രിപ്പ് അടിക്കാണ്ട് ഒറ്റ വലിയ ട്രിപ്പ് കിട്ടട്ടെ. അപ്പോൾ സുഖമായിട്ട് വീട്ടിൽ പോകാമല്ലേ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയിലെ കാണാട്ടാ. മച്ചന്മാരെ നമുക്ക് അവിടുത്തെ ട്രിപ്പ് ഒന്നും അടിച്ചില്ല കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ കാലി വന്നിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ മറന്നതായതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ട്രിപ്പ് ഒന്നും അടിച്ചില്ല. സമയം വന്നിട്ടേ 9:48 ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് പതുക്കെ തെറിച്ച് പതുക്കെ വലിയ സ്പീഡിലൊന്നും പോകണില്ല. പതുക്കെ പോയി ഒരു കോട്ടയം ഭാഗത്തൊക്കെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രിപ്പ് അടിച്ചാലേ കാര്യം നടക്കുള്ളൂ. അല്ലെങ്കിൽ ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പോകേണ്ടി വരും. വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയെ ബാക്കി നോക്കട്ടെ. ഇവിടെ പിന്നെ എറണാകുളത്തെ പോലെ തന്നെ മറ്റേ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ട്രിപ്പ്, ആക്സസ്, പിന്നെ ഇൻ്റർസിറ്റി, അങ്ങനെ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ സാധനത്ത് മറ്റേ തൃശ്ശൂരൊക്കെയാണെങ്കിൽ ആ സംഭവം ഒന്നും കിട്ടില്ല. ഇവിടെ ലോക്കലൊക്കെ അടിക്കണ്ടെന്ന് തോന്നുന്നു. അടിക്കുമായിരിക്കും. ഞാൻ പിന്നെ ഡെസ്റ്റിനേഷൻ ഇട്ടുകൊണ്ട് എനിക്ക് ഇനി ആൾക്കാർ ബുക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഈ ഒരു ഭാഗത്ത് എവിടെയും മറ്റേ സർജൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഇപ്പം ഞാൻ കോട്ടയം ഭാഗത്തേക്ക് പോകണം. തിരുവല്ല ഒരു ഭാഗത്തേക്കാണ് തോന്നുന്നു കയറുന്നത്. എന്തായാലും ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. മൊബൈൽ സ്റ്റാൻഡിൽ വയ്ക്കുന്നില്ല, സീറ്റിലാണ് ഉണ്ടാക്കണേ. ഇനിയിപ്പോൾ നമ്മൾ ഊബർ ഓടണമെന്ന് ചോദിച്ചിട്ട് ബാക്കിയുള്ള ടാക്സിക്കാർ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ചിട്ട് സീറ്റിലാണ് മൊബൈൽ വെച്ചേക്കണേ. അപ്പോൾ ട്രിപ്പ് അടിക്കുകയാണെങ്കിലും സീറ്റിൽ തന്നെ വെച്ചാണ്. പിന്നെ ആളെ കയറ്റി കഴിഞ്ഞിട്ട് പോകുമ്പോൾ സ്റ്റാൻഡിൽ വയ്ക്കുക. അതുവരെ തൽക്കാലം സീറ്റിലിരിക്കട്ടെ, അതാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഈ ഭാഗത്തൊക്കെ ടാക്സി ഡ്രൈവർമാരുടെ സീനൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ട്രിപ്പ് അടിക്കുകയാണെങ്കിലും പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയാൻ പറ്റില്ല, അവർ ചിലപ്പോൾ ഫേക്ക് ട്രിപ്പൊക്കെ അടുപ്പിക്കും. അപ്പോൾ എന്തായാലും ഈ ഭാഗത്ത് നിന്ന് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും കസ്റ്റമറെ വിളിച്ച് ചോദിച്ചിട്ടേ പോവുള്ളൂ, അല്ലാണ്ട് പോവില്ല. അപ്പം എന്തായാലും നമുക്ക് പതുക്കെ അവിടെ നിന്ന് തെറിക്കാട്ടെ. ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് 150 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എന്തായാലും 150 കിലോമീറ്ററോളം കാലി പോകേണ്ടി വരും. 150 പോകേണ്ടി വരില്ല, ഒരു 120 പോകേണ്ടി വരുമായിരിക്കുള്ളൂ. എന്തായാലും ചിലപ്പോൾ മറ്റേ കാഞ്ഞിര ആ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ ട്രിപ്പ് അടിക്കുകയായിരിക്കും. എന്തായാലും വഴിയെ കാണാം. വരെ നമുക്ക് നമ്മളിപ്പോൾ എന്താണ് സ്ഥലത്തിൻ്റെ പേര്, ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് എത്തി. പക്ഷേങ്കിൽ നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ പോകേണ്ടി വന്നു കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എൻ്റെ ഒരു കസിനാണ് അവള്. അപ്പോൾ അവളുടെ അമ്മാമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വീണ്ടും അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല, മിക്കതും പോസ്റ്റ് ചെയ്യുമായിരിക്കും, വേറെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും
വീഡിയോ അപ്പോൾ ഇവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യണം കേട്ടോ.